നമോ ഭഗവതി വാസുദേവായ. മനോജവം ഭാരതതുല്യം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. രാവണന്റെ പുറപ്പാട് യുദ്ധത്തിൽ. ആരെയും പോരിനയക്കുന്നതില്ലിനി നേരെ പൊരുതി ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെയുള്ളോർ പോകിടുക നമ്മുടെ തേരും വരുത്തുന്നതെന്നാളവൻ. വെൺമതി പോലെ കുടയും കുടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തയങ്ങളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ആരങ്ങളാദിയാമാഭരണങ്ങളും 10 മുഖം 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണ യുദ്ധങ്ങളും. നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഗിതം പുറപ്പെട്ടാനന്നേരം. മക്കളും മന്ത്രിമാർ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാഗോപുരത്തോടെ തെരുതെരെ വിക്രമാർമറേറിയ നക്തഞ്ചരന്മാരെയൊക്കെ ഭുവി കണ്ടു രഘുവരൻ. മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സംജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വന്നിരുന്നതു കാണടോ, ചൊല്ലേണമെന്നോടിവരെ യഥായുഗുണം എന്നതു കേട്ടു വിഭീഷണ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണചാപത്തോട് ബാലാർക്ക കാന്തി പൂണ്ടാനയക്കത്തിൽ വരുന്നതു കമ്പൻ. സിംഹധ്വജം പൂണ്ടതരേറിൽ കരേറി സിംഹപരാക്രമൻ ബാണചാപത്തോടും വന്നവനിന്ദ്രിജത്തിനാകിയ രാവണൻ. നന്ദനൻ തന്നെ മുന്നം ജയിച്ചാനവൻ. ആയുധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതമ്മായൊരു തേരിൽ കരയേറി. കായം വളർന്നു വിഭൂഷണം പൂണ്ടതിൽ കായൻ വരുന്നതു രാവണാന്തതന്തകൻ. പൊന്നണിഞ്ഞാണ് കയുത്തിൽ വരുന്നവൻ നൊന്തുതന്നേറ്റം മഹോദരമന്നവൻ. വാജി മലേറേറി പരിക്കം ധരിപ്പവൻ നാജീശുരു സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളരുത്തിൻ മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസ്സല്ലോ. രാവണൻ തൻ മകൻ മറ്റേതിനങ്ങേതോ ദേവാന്തകൻ തയരിൽ വന്നതോ മന്നവൻ. കുംഭകർണാത്മജൻ കുംഭമങ്ങേതവൻ തമ്പി നികുംബൻ പരിഖായുധനല്ലോ. ദേവകൂന്താലയനാകിയ രാവണൻ ഏവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ഇത്തൻ വിഭീഷണൻ ചൊന്നതു കേട്ടിനുത്തരം രാഘവൻ താനുമരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനെന്തു ഞാൻ എന്നരുൾ ചെയ്തു. നിന്നരുളും നേരം വന്ന പടയോടു ചൊന്നാൻ ദശാസ്യനും. എല്ലാവരും നാം ഒഴിച്ചു പൊന്ന പോന്നാടവൻ ചെല്ലുമകത്തു കടന്നോരു ഭാഗമേ. പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളുവിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനു ഞാൻ പെരുമിവരോട് ശക്തിയില്ലായ്കയില്ലതേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരവരെന്നാരും ചെന്നു ലങ്കാപുരം മേവിനാർ. വൃന്ദാധികാരാതി രാവണൻ വാനര വൃന്ദത്തെ ഏക്കറുമങ്ങു തള്ളിവിട്ടിടിനാൻ. വാനരേന്ദ്രന്മാരഭയം തരികെന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണരിന്നീടിനാർ. വില്ലും ശരങ്ങളും മാശു കൈക്കൊണ്ട് കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ. വമ്പനായുള്ളോരിവനോട് പോരിനു മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രയും ചെന്നതിർന്നീടിനാൻ. മന്നവൻ താനുമരുൾ ചെയ്തിടുന്ന നേരം വൃത്രാത്രിയും പോരിൽ വിവസ്ത്രനായി വരും. നക്തഞ്ചരേന്ദ്രനോടേറ്റാലറികനി മായയായും മുണ്ടേറ്റു നിശാചരർക്കേറ്റവും ന്യായവും മുണ്ടോർവർക്കാർക്കുമൊരിക്കലും. ചന്ദ്രചൂടപ്രിയനാകെയുമുണ്ടവൻ ചന്ദ്രഹാസാഖ്യയാം വാളുമുണ്ടായുധം. എല്ലാം നിരൂപിച്ചതു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം. ശിക്ഷിച്ചരുൾ ചെയ്തന ചോരനന്തരം ലക്ഷ്മണനും തുയുധാശു പിൻവഴങ്ങിനാൻ. ജാനകി ചോരനെ കണ്ടൊരു നേരത്ത് വാനരനായകനായൊരു മാരുതി തീർത്ഥടം തന്നിൽ കുതിച്ചു വീണിടിനാൻ. ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും മൂങ്ങിപ്പറഞ്ഞിതു രക്ഷോവരനോടു മാരുതിപുത്രനും. നിർജരന്മാരെയും താപസന്മാരെയും സജ്ജനമായാള മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാവത്തു കവികുലത്താനലോ.
നിന്നെ അയച്ചിടുകാൽ വന്ന് നിൽക്കുന്നതാരെന്നു യിച്ചുകൊൾ വീരനെന്നാകിൽ നീ വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷകുമാരൻ കൊന്നതു ഞാനെടോ എന്ന് പറഞ്ഞു നടിച്ചൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെയുണർന്നു ചൊന്നാൻ ഇവിടേക്കിന്ന് വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ നന്മയെന്തായതെനിക്കെന്നതു കൊണ്ട് നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പരില്ലല്ലോ മൃത്യു വന്നീല നിൽക്കുന്നത് നിനക്കത് കൊണ്ടു ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നിതുമെന്നിത്തിരി നേരം ഇന്നു പോരു തീരണം എന്ന നേരത്താൻ അടിച്ചനാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൽ കവിശ്രേഷ്ഠനും നീലനന്നേരം കുതിക്കൊണ്ടു രാവണൻ മേലെ കരേറി കിരീടങ്ങൾ പത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിനാൻ പാടിത്തുടങ്ങിനാൻ രാവണനും തഥാ പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണൻ എടുത്തുകൻ തള്ളി വീട്ടിയിടിനാൻ തൽക്ഷണ കോപിച്ചു ലക്ഷ്മണൻ വേഗനെ രക്ഷോവരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാൻ ഇരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം വില്ലുമുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണൻ നല്ലൻ മുയുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയൻ കൊടുത്തൊരു വേൽ സൗമിത്ര തന്നെ മാറിലമ്മാറു ചാട്ടിയിടിനാൻ അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കാതനാനു സൗമിത്രയും ശക്തിയേറ്റാശു വീണിടിനാൻ ആടലാൽ വീണകുമാരനെ ചെന്നെടു തേടുഭാഷനാശു ഭാവിച്ചു ദശാനനൻ കൈലാസ ശൈലമെടുത്തു ദശാസ്യനെ ബാലശരീരമിളക്കരുതാഞ്ഞിതു രാഘവൻ തന്നെ ഗൗരവമൂർത്തിത ലാഘവം പൂണ്ടിതു രാവണ വീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടിയണന്നോ നടിജൻ ദശാനസനൻ ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ മാരുതി താനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനമെടുത്തു കൊണ്ടാതരാൽ ചിൽ പുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യിൽ അമ്മാറു പോക്കുമയദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിനാൻ പങ്ക്തിമുഖനോട് യുദ്ധത്തിനെന്നുടെ കണ്ടമേറിക്കൊണ്ടു നിന്നരുളിൽ കൊള്ളുക കണ്ടതെന്നിയെ കൊൽക ദശാസിനെ മാരുതി ചൊന്നതു കേട്ടു രാഘോത്തമൻ ആകുരുക്കിയ തൽക്കണ്ട ദേശേ വിളങ്ങിനാൻ ചൊന്നാൻ ദശാനനൻ തന്നോട് രാഘവൻ നിന്നെ എടുത്തു കാണാൻ കൊതിച്ചില്ലതുലാം ഇന്നതിനാശു യോഗം വന്നതാകനാൽ നിന്നെയും നിന്നോട് കൂടെ വന്നോരെയും കൊന്നു ജഗത്രയും പാലിച്ചു കൊള്ളുവാൻ എന്നുടെ മൂന്നിരക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്തു ശാസ്ത്രങ്ങൾ തൂകിനാനൊന്നിനൊന്നൊന്നൊപ്പമരുതാൻ ദേവദക്രനും ഘോരമായി വന്നിതു പോരമന്നേരത്ത് വാരാതിരുതി മുളകി മുറിയുന്നു മാരുതി തന്നെയുമൊക്കെ മുറപ്പിച്ചു ശൂരനായുള്ളൊരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുയുത്തതി ധീരത കൈക്കൊണ്ടതെടുത്തൊരു സായകം രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം ആലസ്യമായതു ബാണമേറ്റ നേരം പൗലസ്ത്യ ശാപവും വീണിതു ഭൂതലെ നക്തഞ്ചരാധിപനായ ദശാസ്യനെ ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ സാരഥി തന്നെയും കൊന്നുകളഞ്ഞ ാരൂഢതാപേന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോടരുൾ ചെയ്താൻ അമയം പാരം നിനക്കൊണ്ടു മാനസേ പോയാലും എന്തു ഭയപ്പെടായികേതുമേ നീ ഇനി ലങ്കയിൽ ചെന്നിറങ്ങിനാലും ആയുധവാഹനങ്ങത്തോടമ്പുട്ടുകൊണ്ടായുധത്തിനു നാളെ വരേണം നീ കാകുലവസ്ഥകളാക്കിയ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടരുന്നൊരാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കി തുലാം വേപദം ഗാത്രയായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ കുംഭകർണന്റെ നീതിവാക്യം മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനര രാജാക്കന്മാർ ആത്മജനെയും രാവണ ബാണവിതാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോട് പേർത്തും നിരാതോർത്തു ചൊല്ലിയിടിനാൻ നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയൂർത്തം പുരുഷകാരാദിയും നഷ്ടമായി വന്നിത്തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവതാനും മാനാരണ്യ ഭൂമനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാദിയും ജമ്പാരി മുമ്പാം നിലിംബവരന്മാരും കുംഭോത്പാദികളായ മുനികളും ശംഭു പ്രണയിനെയാകിയ ദേവിയും പുഷ്ടത പോബലം പൂണ്ടു പാതിവ്രത്യനിഷ്ഠയോടും മാമുരുവുന്ന ഗസതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യമായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമുകിൽ നമുക്കിനിയും പുനരെന്തൊന്നു നല്ലു ജയിച്ചു കൊൾവാനഹോ കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതെ തോന്നുക നിങ്ങൾ പോയി 6 മാസം കയ്യിന്നെന്തിയുണർത്തിയിടും എല്ലാം ഉറങ്ങി തുടങ്ങിയവനും ഇന്നിൻ 50 നാടെ കയ്യില്ലുകൊള്ളൂ നിങ്ങൾ അപ്പൻ പൊഴുതുവൻ വല്ല പ്രകാരവും രാക്ഷസ രാജിനി യോഗേന ചൊന്നാർ ഓരോ രാക്ഷസന്മാരും വിട്ടു നിർത്തുവാൻ
ആനന്ദമുത്തുമ്പി മുഖ്യവാക്യതങ്ങൾ മാനതകൾ കാലാൽ കുതിരപ്പടകളും കുംഭകർണാദസി പറഞ്ഞുമോർത്തും ജഗത് കമ്പം വരുത്തിനാൻ എന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചോരി നിടാൻ കുംഭകർണ ശ്രവണാന്തരെ പിന്നെയും കുംഭി വീരന്മാരെ കൊണ്ടു നാസാദ്രന്തനം സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചതും തുമ്പിക്കരം മറ്റലറിയും യുമാനകൾ ജമ്പാരി വൈരിക്കു കമ്പമില്ലേതുമേ. ദ്രംവാസ സമാരംഭമോടുമുണർത്തിയതു സംഭ്രമിച്ചോടെ രാശരര വീരരും. കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലർന്നേയുന്നേറ്റിരിടിനാൽ ക്രവ്യങ്ങളാദി മറ്റുപവജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദ ചിത്തനായി ശുദ്ധാചമനവും ചെയ്തിച്ചെരുവിദ്യവും ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാൽ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നെങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലത്. ഏവം സഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ. ഗാഠമായ ലിംഗനം ചെയ്തൊരുതീടിനാൻ ആനൂഢമൂഢം മോദം നീച സോദരൻ തന്നെയും. ചിത്തെ ധരിച്ചതില്ലോർക്കനീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും എന്നടോ. സോദരി തന്നെ നാസകുജങ്ങളെ ഛേദിച്ചു തിന്നു ഞാൻ ജാനകി ദേവിയെ. ശ്രീരാമ ലക്ഷ്മണന്മാരറിയാതെ കൊണ്ടാരാമസീം നീ കൊണ്ടെന്നു വെച്ചിടിനേൻ. വാരിതിയിൽ ചിറകെട്ടി കടന്നവൻ പോരിനു വാനരസേനയുമായി വന്നു. കൊന്നാൻ പ്രഹസ്താദികളെ പോലരയും എന്നെയും എയ്തു മുറിച്ചാൻ ജിതശ്രമം. കൊല്ലാതെ കൊന്നയച്ചാനതു കാരണം അല്ലൽ മുയുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ. മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ അങ്ങും രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നായി കുംഭകർണനും. നന്നെത്രയും നല്ലതേ നല്ലുകേൾ. നല്ലതും നീയതും നാനറിഞ്ഞാത്തവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവൻ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളിലും നന്നതല്ലാത്തവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനെ നൽകുക നിങ്ങനെ സോദരൻ ചൊന്നാതിനു കോപിച്ചു നീ. ആട്ടിക്കളഞ്ഞതു നന്നോർത്തു ഞാൻ നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ. നല്ലവണ്ണം വരും കാലം ഇന്നെന്നതും ചൊന്നാമതു കൊണ്ടതും കുറ്റമെടോ. നല്ലതൊരല്ലാതരും വരുത്തവാനല്ലൽ വരുത്തുമാപത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവും അർത്ഥപുരുഷകാരാതിഭേദങ്ങളും നാലുപായങ്ങളും മാറയ നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പദ്യം പറയുമാതാദ്യുണ്ടെങ്കിലോ. ഭർത്തൃസൗഖ്യം വരും കീർത്തിയും ഭർത്തിയും ഇങ്ങനെയുള്ളോരമാദ്യമധർമ്മം വെടിഞ്ഞങ്ങനെ രാജാവിനിഷ്ടമെന്നാലതു. കർണം സുഖം വരുമാറു പറഞ്ഞത് കൊണ്ടാൻ അന്വേഷണം അതു ഭാവിച്ചു. മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളൊരു മാധ്യജനങ്ങളിൽ നല്ലതു കാഗോളമെന്നത് ചൊല്ലുവോരല്ലൽ വിഷമം ഉണ്ടാർവരെന്നില്ലയോ. മൂഢരാം മന്ത്രികൾ ചൊല്ലു കേട്ടിടുകൾ നാടുമായുസ്സും കുലവും നശിച്ചുപോം. നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നാതിമുയുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശാലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽ പെടുന്നു ബളിഷം ഗ്രസിക്കയാൽ. ആഗ്രഹം ഒന്നെങ്കിലേറിയ ലാഭത്തും പോക്കുവാനാവാതരല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനു നല്ല നാട്ടിനും ഉന്മൂലനാശനം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു രാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവൻ എന്നും ആപത്തു ഇന്നില്ലെന്നു നിർണയം. ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവ ഒന്നു രണ്ടും വരാൻ നൂനമാപത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിക്കെമ്പലാൽ ചെല്ലുമൊന്നാകിലും അഭിചുരുചി. പൂർവജന്മാർജിത വാസനയാലിതാവതല്ലേതും അതൽ വശനായി വരും. എന്നാതലിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കലാലും മോർക്കനീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യത് ഫലം. ഇപ്പോഴും അപഗതമായി വന്നിതീശ്വരൻ കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മാനുഷ്യനല്ല രാമൻ പുരുഷോത്തമൻ നാനാജഗന്മയൻ നാരായണൻ പരൻ. സീതയാകുന്നത് യോഗമായ ദേവി ചേതസീനി ധരിച്ചിടുകെന്നങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞില്ലയോ. മന്നവൻ മുന്നമേ എന്തൊരാനഞ്ഞതും
ഞാനൊരു നാൾ വിശാലയാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വായുന്ന നേരത്തു നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ. ഏതൊരു ദിക്കിൽ നിന്നാകതന്നാകിതെന്നാദരവോടരുൾ ചെയ്യുക മഹാമുനെ. എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്തതെന്നെല്ലാം ചോദിച്ച നേരത്തു നാരദൻ എന്നുടെ സാദരം ചോന്നാദന്തങ്ങളൊക്കവേ രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകൾ മുനിമാരും ഒരുമിച്ചു ദേവദേവേശാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തുക സങ്കടം ഒക്കവേ. ത്രിലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ കടൻ ഞങ്ങളെല്ലാം ഉപദ്രവിച്ചിടുന്നതെങ്ങും ഇരിക്കരുതെന്നു ചമഞ്ഞിതു മർത്യനാലെന്നേ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. നിത്തം ഉണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥൻ പുത്രനായി വന്നു പിറന്നിത് നിസ്തരം. നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തൽ തീർന്നവരുടെ ത്രിങ്കലോകത്തിങ്കൽ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെല്ലാം ഒടുക്കുവാൻ ഇന്നിനി മംഗളം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊൾകനീ മാനസേ. രാമൻ പരബ്രഹ്മനായ സനാതനൻ കോമളൻ നിന്ദീവതര ശ്യാമളൻ മായാമാനുഷ്യവേഷം പൂണ്ടു രാമനെ കായേന വാചാ മനസാ ഭജിക്കനി. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനവാദാവിടോ. ഭക്തിയെല്ലാം സദാ മോക്ഷപ്രയാജിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യമില്ലാതോളണ്ടം അവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാരം മതം ചൊല്ലുവാൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാര സമമില്ലാതെന്നുമേ രാമജപത്തിങ്ങനാലെ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനും രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്ര ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കനി. രാമനെ തന്നെ ഭജിച്ചു വിദഗ്ധന ജനമാമയം നൽകുന്ന സംസാരസാരവും ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തു കൊള്ളിതു സന്തതം. ശുദ്ധ തത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു ചരിത്രങ്ങൾ ചൊല്ലി നാമങ്ങൾ ഉച്ചരിച്ചാത്മാനമാത്മാനമാ കണ്ടച്യുതനോട് സായുജ്യം പ്രാപിച്ചു നിശ്ചലാനന്ദനെ ലയിക്കുന്നതന്വകം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊൾകനാനന്ദമൂർത്തയെ. കുംഭകർണവധം. സോദരന്നേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുയുത്തു ദശാസനും ചൊല്ലിനാൻ ജ്ഞാനോപദേശം എനിക്കു ചെയ്വാനല്ല ഞാനിതുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാൻ എന്നതും അറിഞ്ഞു നേതഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാനിമിനി ഖേദമെന്നു സൂക്ഷി വായുന്നു നാൾ വെങ്കമില്ലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടവൾ ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രകാരം കടന്നു തങ്കശൈല രാജാകുലം മോടലങ്ങിക്കൊണ്ടതിദ്രുതം. 1000 ഭാരം ഇരുമ്പു കൊണ്ടുള്ളതായ ആയുധം ശൂലവും കൈക്കൊണ്ടു വാനരസേനയും പൂക്കൊരു നേരത്ത് വാനര വീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവ് കൊണ്ടാലുടൻ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോട് വൻപുള്ള രാക്ഷസ സേന വിനവൻ പറകംബരത്തോളും ഉയരം ഉണ്ടദ്ഭുതം. ഇത്തം രഘുത്തമൻ ചോദിച്ചതവളിതും ദത്തരം മാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണസോദരൻ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശ നിവനാവധി ലില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ച പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാവിഭീഷണൻ ഞാൻ ഭവഭക്തിമാൻ പ്രീതി പൂണ്ടെന്ന് അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാവണൻ എന്ന ആദരപൂർവോളം അപേക്ഷിച്ചു ഞാൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ. ഭീതനായി 4 മാതൃമാരന്മാരായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചൻ. നിത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു ധ്യാനനല്ലോ ഭവാനില്ലകില്ലേതുമേ. ജീവിച്ചിരിക്ക പല കാലമൂഹിയാൽ സേവിച്ചു കൊള്ളുക രാമപദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണ പ്രിയൻ എത്രയും നീ എന്നു നാരദൻ പിന്നെ തന്നെ പറഞ്ഞു കേട്ടനേഹം മായാമഹി പ്രപഞ്ചമല്ലോ മിനിപ്പോയി ആകുലമായി നീ രാമപദാന്തികനെ.
എന്നതു കേട്ട ബൽവാദ്യം ചെയ്ത കിന്നനായി ബാഷ്പവും വാർത്തു വണങ്ങിനാൻ രാമ പാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീരാമൻ വിഭീഷണൻ നൽകും ദശാന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ കൃതനായൊരിക്കെ മുറിച്ചു തുടങ്ങിനാൽ പേടിച്ചു തുടങ്ങി കൂടാനു കവികളും ഔത്തേലെങ്കിനാൽ നാനാതി ദിഗന്ധരെ മദ്ദഹരീന്ദ്രനെ പോലെ കവികളെ 30,000 കൊന്നാലക്ഷരാൻ മർക്കടരാജൻ അത് കണ്ടു മല കൈക്കൊണ്ടെന്നറിഞ്ഞു മാറിൽ തടുത്തുവാൻ കുത്തിനാൽ ശൂലമെടുത്തുകൊണ്ട് വിസ്തനായി വീണു മോഹിച്ചിതർഗർഭജൻ അപ്പോൾ അവനെ യമുനെടുത്തുകൊണ്ട് അല്പനേമോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ട് നക്തഞ്ചരീശ്വരൻ ചെല്ലുന്ന നേരത്ത് നാരീജനം മഹാപ്രസാദം എന്നോരോ പ്രമോദം പനീനീരികൾ മുക്കിയ മാല്യങ്ങളും കളമ്പങ്ങളും തൂകി നാലാരസ്യമാശു തീർന്നിടുവാനാദരാൽ മർക്കടരാജ തന്നേറ്റു മോഹം വെടിഞ്ഞു കൽക്കടരോഷേണ മൂക്കും ചെവികളും ദന്തം നഖങ്ങളെ കൊണ്ടു മുറിച്ചു കൊണ്ടന്തരീക്ഷേ പാനു പോനാൻ അതിദ്രുതം ക്രോധവുമേറ്റു മഹാഹാനിയും ഭീതികൾ മുളും കൊണ്ട് രക്താഭിഷേകനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായൊടുത്തു സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മയു പൊയ്യും വണ്ണം ദുർവാരബാണഗണം പൊയ്യിച്ചീടിനാൽ 100,000 നാനരന്മാരെയും വക്രത്തിലാക്കി അടക്കുവനൊടുവൻ കർണവനാസനനുടെ പുറപ്പെടും പിന്നെയും വാരി വിയുങ്ങുവൻ തഥാ രക്ഷോഭരൻ മന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെയും വീക്ഷിച്ചു സത്വരം രാഘവൻ നന്ദോടനതു കണ്ടു വേഗേന ബാണം പൊയ്യിച്ചു രഘുത്തമൻ ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തക്ഷണേ ബാണമായി താശു കണ്ടിക്കനായി യുദ്ധാങ്ങനെ വീണുവര വാനരൻ വൃന്ദവും നക്തഞ്ചരന്മാരും ഒട്ടുമരിച്ചിതു വാഗമസത്തെ മഹാലാസവും കൈക്കൊണ്ട് രാമനോടേറ്റവും അടുത്തു നിശാചരൻ ഇന്ദ്രശ്രമെയ്തു കണ്ടിച്ചാനതു വീണും ഇന്ദ്രാദികൾ പലരും മരിച്ചിടിനാൽ ബന്ധകോപത്തിൽ അടുത്തിടരുത്തതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം അർദ്ധചന്ദ്രാകാരനായി 2 അമ്പു കൊണ്ട് തുങ്കപാദങ്ങളും മുറിച്ചിടിനാൽ ഓം നമോ ഭഗവതേ വാസുദേവായ.